ഇന്ന് കുഞ്ഞു കുഞ്ഞു യൂസ്ഫുൾ ആയിട്ടുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങളാണേ. നമ്മുടെ നമ്മൾ മുടി ചെയ്യുന്ന ചീപ്പിലൊക്കെ എപ്പോഴും അഴുക്കും പൊടിയൊക്കെ ഉണ്ടാവും അല്ലേ. അപ്പോൾ അത് പോകാനായിട്ട് നമുക്ക് ഇതുപോലെ കുറച്ച് പൗഡർ ഒന്ന് അതുമേലേക്ക് ആദ്യം ഒന്ന് ഇട്ട് കൊടുക്കണം. രണ്ട് സൈഡിലും നല്ലപോലെ നമ്മുടെ പൗഡറൊക്കെ ഒന്ന് ഇട്ടതിന് ശേഷം നമ്മൾ മാറ്റി വെച്ചേക്കുന്ന നമ്മൾ ക്ലീനിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന പോലത്തെ ബ്രഷ് ഉണ്ടല്ലോ, പല്ല് തേക്കുന്ന ബ്രഷ്, അത് വെച്ചിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഇത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഇടയിലൊക്കെ ഇരിക്കുന്ന എല്ലാ എണ്ണയും അഴുക്കുമൊക്കെ പെട്ടെന്ന് തന്നെ പോയി കിട്ടും കേട്ടോ. നമുക്ക് രണ്ട് സൈഡും നല്ലപോലെ ഇതിങ്ങനെ ഒന്ന് ചെയ്തെടുക്കണം. നമ്മൾ മാസത്തിലൊരിക്കലും അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോഴൊക്കെ ഇതുപോലെ ഒന്നും ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചീപ്പിലെ എണ്ണമയം പെട്ടെന്ന് തന്നെ പോയി കിട്ടുവേ. ഇനി താരനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഒന്ന് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് നമ്മുടെ ഏതെങ്കിലും ഉപയോഗിക്കുന്ന ഷാമ്പൂലോ അല്ലെങ്കിൽ നമ്മൾ നാരങ്ങ നീരുണ്ടല്ലോ അതിൽ കുറച്ച് നേരം ഒന്ന് സോക്ക് ചെയ്ത് വെച്ചിട്ട് നമ്മുടെ ചീപ്പ് ഒന്ന് കഴുകിയെടുക്കുന്നത് നന്നായിരിക്കും കേട്ടോ. ഞാനിതിപ്പോൾ ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ ഒന്ന് കഴുകി തുടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ കമ്മലൊക്കെ ഒന്ന് വെക്കുന്ന പാത്രത്തിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം. നമ്മുടെ കല്ലൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിപ്പോകാതിരിക്കാനുള്ള ഒരു കുഞ്ഞു ടിപ്പാണ്. നമുക്ക് ഇതിലേക്ക് ഒരു നുള്ള് നമ്മുടെ പൗഡർ ഒന്ന് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കല്ലിൻ്റെ കമ്മലിൻ്റെ ഒന്നും നിറം പോകത്തില്ല. അത് മാത്രമല്ല കല്ലുകൾ തമ്മിൽ ഇതായി ഉരഞ്ഞ് ആ കല്ലൊന്നും പോകാതിരിക്കും കേട്ടോ. എടുക്കുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് നമ്മൾ ചെറിയൊരു ബ്രഷ് വെച്ച് ഒന്ന് തട്ടി കൊടുക്കണം. പൊടിയല്ലേ, നമ്മുടെ പൗഡറിൻ്റെ ഒരു പൊടി ഉണ്ടാവും. അടുത്തതായിട്ട് നമ്മുടെ നൂലില്ലേ, നൂലൊക്കെ നമ്മൾ എടുത്തു കഴിഞ്ഞിട്ട് ഉപയോഗിച്ചിട്ട് വെച്ച് കഴിയുമ്പോഴത്തേക്കും ചില സമയത്ത് നമ്മുടെ നൂലിൻ്റെ അറ്റം കണ്ടുപിടിക്കാനൊക്കെ പാടുപെടാറുണ്ടല്ലേ. അപ്പം അതിനായിട്ട് ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ഐറ്റം ആട്ടോ. നമ്മുടെ കയ്യിൽ തന്നെയുള്ള ഒരു ഐറ്റം വെച്ചിട്ടാണേ, കറുത്ത പൊട്ട്, അതായത് ഒരു കുഞ്ഞു പൊട്ട്, അത് ഏത് കളറാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇതുപോലെ നമ്മുടെ നൂലിൻ്റെ അറ്റത്ത് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത പ്രാവശ്യം എടുക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ നൂലിൻ്റെ അറ്റം തപ്പി കണ്ടുപിടിക്കാൻ ഓടി നടക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ല. അടുത്തതായിട്ട് നമ്മുടെ കാജലൊക്കെ ഒന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുഞ്ഞു ടിപ്പാണേ. നമ്മൾ ഐലൈനർ എഴുതുന്ന സമയത്ത് നമ്മൾ മിക്കതും വാട്ടർ പ്രൂഫ് ആയിരിക്കും അല്ലേ. അപ്പോൾ പെട്ടെന്നൊന്നും നമുക്ക് പോകത്തില്ല. അപ്പം ചിലർ ചെയ്യുന്നത് നമ്മുടെ മേക്കപ്പ് റിമൂവർ അതൊക്കെ വെച്ചിട്ട് റിമൂവ് ചെയ്യേണ്ടി വരും. അതിനേക്കാൾ ഈസി ആയിട്ടുള്ള മെത്തേഡാണ്. ലേശം ഇപ്പോൾ കണ്ടോ ഞാൻ കയ്യിൽ അപ്ലൈ ചെയ്ത് കൊടുത്തു. അതിനുശേഷം ഞാൻ അപ്ലൈ ചെയ്തത് വെളിച്ചെണ്ണയാണ്. നമ്മുടെ വെളിച്ചെണ്ണ ഒന്ന് തുടച്ചു കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് പോയി കിട്ടും കേട്ടോ. നമ്മുടെ കമ്മലൊക്കെ ഒന്ന് മുറുകി കിടക്കാൻ വേണ്ടിയിട്ട് കമ്മലിൻ്റെ ബാക്കിൽ ആണിയുടെ അവിടെ ഒരു ലേശം ക്യൂടെക്സ് ഒന്ന് അപ്ലൈ ചെയ്ത് വെച്ചിട്ട് ആണി തിരിച്ചിട്ട് കഴിഞ്ഞാൽ നമ്മൾ കമ്മലിൻ്റെ ആണി ഒന്ന് മുറുക്കിയിട്ട് കഴിഞ്ഞാൽ നമ്മുടെ കമ്മലിൻ്റെ ആണി ഊരിപ്പോകാതിരിക്കും കേട്ടോ. അതുപോലെ തന്നെ പെട്ടെന്നൊന്ന് ഉണങ്ങി കിട്ടണം എന്നുണ്ടെങ്കിൽ ക്യൂടെക്സ് അപ്ലൈ ചെയ്തിട്ട് നല്ല തണുത്ത വെള്ളത്തിലേക്ക് ഒന്ന് കൈമുക്കി വെച്ചാൽ മതിയേ. പെട്ടെന്ന് തന്നെ അത് സെറ്റായി കിട്ടും കേട്ടോ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അടുത്തതായിട്ട് നമുക്ക് ഇതുപോലെയുള്ള സെറാമിക് ബൗൾസ് അല്ലെങ്കിൽ സെറാമിക് പ്ലേറ്റ്സ് ഒക്കെ പൊട്ടാതെ സൂക്ഷിക്കാനുള്ള ഒരു കിടിലൻ ഐഡിയയാണ്. അതിനായിട്ട് വേണ്ടത് കുറച്ച് ന്യൂസ് പേപ്പറാണേ. നമുക്ക് ഈ ഓരോ ബൗളും നമ്മുടെ ന്യൂസ് പേപ്പർ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. അതിൻ്റെ മുകളിലേക്ക് അടുത്ത നമ്മുടെ ബൗൾ വെച്ച് കൊടുക്കാം. വീണ്ടും നമ്മുടെ ന്യൂസ് പേപ്പർ ഇട്ട് കൊടുത്ത് ഇതുപോലെ ഒന്ന് ബൗളുകൾ സെറ്റ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ കപ്പുകൾ, സെറാമിക് കപ്പുകൾ സെറ്റ് ചെയ്ത് വെക്കാം. നമ്മുടെ പ്ലേറ്റ്സ് സെറ്റ് ചെയ്ത് വെക്കാം, പൊട്ടാതെ സൂക്ഷിക്കാം കേട്ടോ. അടുത്തതായിട്ട് നമുക്ക് നമ്മുടെ കവറൊക്കെ ഒന്ന് എളുപ്പം എടുക്കുന്ന മെത്തേഡിലും ഇങ്ങനെ ഒരുപാട് എന്താ പറയണ്ടേ കൂടിക്കിടക്കുന്ന രീതിയിലും അല്ലാതെയുള്ള ഒരു മെത്തേഡ് കാണിച്ചു തരാം. അപ്പോൾ അതിനായിട്ട് വേണ്ടത് ഇതുപോലെയുള്ളൊരു ബോട്ടിലാണ്. ആ ബോട്ടിൽ ഇതുപോലെ ഒന്ന് നമുക്ക് കമത്തി വെച്ച് കൊടുക്കണം. അതിനുശേഷം നമുക്ക് ഇതുപോലെ ഇതിൻ്റെ മുകളിലേക്ക് നമ്മുടെ കവറൊന്ന് വെച്ച് കൊടുക്കാം. എല്ലാ കവറുകളും ഓരോന്നോരോന്നായിട്ട് ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഇങ്ങനെ അടുക്കി വെച്ച് കൊടുക്കാം. എല്ലാ കവറുകളും വെച്ചതിന് ശേഷം നമ്മുടെ ഏറ്റവും മുകളിലത്തെ കവറിൻ്റെ ഈ പോർഷൻ ഉണ്ടല്ലോ, ടോപ്പ് പോർഷൻ, അത് ജസ്റ്റ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇത് കണ്ടോ. അപ്പോൾ നമുക്ക് ആ ടോപ്പിലെ കവറ് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഓരോ കവറായിട്ട് ഇതുപോലെ ഇതിൽ നിന്ന് വലിച്ച് എടുക്കാൻ പറ്റും. നമുക്ക് ഇത് എവിടെയെങ്കിലും ഒന്നിങ്ങനെ തൂക്കിയിട്ട് കഴിഞ്ഞാൽ എളുപ്പം തന്നെ വലിച്ച് നമ്മുടെ കവർ ആവശ്യത്തിന് എടുക്കാൻ പറ്റും കേട്ടോ.
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. യൂസ്ഫുൾ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ.